പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന മലയോര യാത്രയുടെ സമാപന സമ്മേളനത്തിനായി കുമളിയിൽ ഒരുക്കങ്ങൾ പൂർത്തിയായതായി UDF കുമളി നിയോജക മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. കുമളി ഹോളിഡേ ഹോം പരിസരത്തു നിന്നും ജാഥയ്ക്ക് സ്വീകരണം നൽകി പൊതുവേദിയിലേക്ക് പ്രകടനമായി ആനയിക്കുമെന്നും നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കേരളത്തിലെ മലയോര മേഖലകളിൽ ജനങ്ങൾ അനുഭവിക്കുന്ന വിവിധങ്ങളായിട്ടുള്ള ഭൂപ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ UDFന്റെ നേതൃത്വത്തിൽ മലയോര ജാഥ വരുന്ന ഫെബ്രുവരി 1-ാം തീയതി കുമളിയിൽ എത്തിച്ചേരുന്ന ജാഥയ്ക്ക് വളരെ വലിയ സ്വീകരണമാണ് UDFന്റെ നേതൃത്വത്തിൽ UDF പീരുമേട് നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരുക്കുന്നത്. ഞങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് UDF നടത്തുന്ന വലിയൊരു പോരാട്ടമാണ് ഈ 1-ാം തീയതി കുമളിയിലെത്തുന്നത്. UDF നേതാവും UDFന്റെ സംസ്ഥാന നേതാക്കന്മാരും മുഴുവൻ പേരും പങ്കെടുക്കേണ്ട ഈ പരിപാടിക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. കാരണം പിണറായി വിജയൻ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഈ മേഖലയിലെ ജനങ്ങൾക്ക് ഗുരുതരമായ പ്രശ്നങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഫെബ്രുവരി 1-ന് അടിമാലി കട്ടപ്പന എന്നിവിടങ്ങളിൽ പര്യടനം നടത്തി കുമളിയിൽ സമാപിക്കും ജാഥയെ UDF പ്രവർത്തകർ ചേർന്ന് സ്വീകരിച്ച് ബസ് സ്റ്റാൻഡിലുള്ള പൊതുവേദിയിലേക്ക് ആനയിക്കും. ആയിരക്കണക്കിന് പ്രവർത്തകർ ജാഥയിൽ അണിചേരുമെന്ന് നേതാക്കൾ പറഞ്ഞു. സമ്മേളനത്തിൽ UDF സംസ്ഥാന ജില്ലാ നേതാക്കൾ പ്രസംഗിക്കും. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന മലയോര യാത്രയുടെ സമാപന സമ്മേളനത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചതായി നേതാക്കൾ വ്യക്തമാക്കി. സമ്മേളനത്തിന് മുന്നോടിയായി 11 മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ആലോചന യോഗങ്ങൾ ചേർന്നു. ജാഥയിൽ എല്ലാ വിഭാഗം ജനങ്ങളും പങ്കെടുക്കുമെന്ന് UDF നിയോജകമണ്ഡലം ചെയർമാൻ ആന്റണി ആലഞ്ചേരി, കൺവീനർ അഡ്വക്കേറ്റ് സദീഖ് തോമസ്, മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി അംഗം KS മുഹമ്മദ് കുട്ടി, ബ്ലോക്ക് പ്രസിഡന്റ് റോബിൻ കാരയ്ക്കാട്, DCC അംഗം സന്തോഷ് പണിക്കർ, മണ്ഡലം പ്രസിഡന്റ് PP റഹീം എന്നിവർ അറിയിച്ചു. ഇടുക്കി വിഷൻ കുമളി.